ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കാറുണ്ട്, വേറെ ആരെയും അനുമോള് പറയാറില്ല, ആരിനെ മാത്രമാണ് എപ്പോഴും പറയുന്നത് കാശുണ്ട് കാശുണ്ട് കാശുണ്ട്. എന്നോട് സത്യം പറഞ്ഞാൽ പ്രത്യേകത ഇഷ്ടമുണ്ട് അവൾക്ക്. ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവം. ഈ എന്നെ മാത്രം പറയുകയാണെങ്കിൽ ശൈത്യ പോയി പറഞ്ഞില്ലേ ആരോടൊക്കെ ക്രഷ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്നെ മതി. നമ്മൾ ഈ സ്കൂൾ ലൈഫിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു സൈക്കോളജി ഉണ്ടാവും, ഒരു ആൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ അയാളെ കൊല്ലാം, ആ ഒരു മൈൻഡ് സെറ്റ്. കൊല്ലാം ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഒരു ആൺകുട്ടീനെ കിട്ടാൻ ശ്രമിച്ചിൽ ഇഫ് യു ട്രൈ ടു ഗെറ്റ് എ ഗൈ ആൻഡ് ഇഫ് യു നോട്ട് ഏബിൾ ടു ഗെറ്റ് ഹിം ഇറ്റ്സ് ഗുഡ് ടു ഗോ അഗെയിൻസ്റ്റ് ഹിം. അങ്ങനെ പോലത്തെ ഒരു സൈക്കോളജി ഇടയ്ക്ക് തോന്നി എനിക്ക് അനുമോളോട്. ബിക്കോസ് എന്നോട് പേഴ്സണലി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അനുമോൾ, ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യാനും സ്നേഹം കാണിക്കാനും. ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെന്ത് നേരം പോക്കാ രാമേന്ദ്ര ഇവിടെ ഉള്ളത്. അപ്പോൾ ഐ തിങ്ക് വൺ ഓഫ് ഹർ ഗുഡ് കണ്ടീഷൻസ് വുഡ് ബി സ്നേഹം. അല്ല, സ്നേഹം എടുക്കുന്ന സമയത്ത് സ്നേഹം എടുത്തിട്ടുണ്ട്. സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. പക്ഷെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ സ്നേഹമാക്കി എടുക്കാൻ പറ്റുമോ? അത് ആ പ്രതീക്ഷയും പോയി. എനിക്ക് തോന്നുന്നു ജിസേലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നപ്പോഴായിരിക്കും തോന്നുന്നത് കുറച്ച് കൂടുതൽ റൈസ് ആയത് ആ പ്രശ്നം. അത്ര എളുപ്പം മറക്കാൻ പറ്റില്ല എനിക്കതൊന്നും. വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഫ്രണ്ട്സ് ആണ്, ഇടയ്ക്ക് നമ്മൾ എനിമീസ് ആണ്. ടോം എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ഈ ടോം ആൻഡ് ജെറി എന്ന വാക്ക് എന്റെ അമ്മ യൂസ് ചെയ്തത്. പക്ഷെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു പോയിന്റ് കഴിയുമ്പോൾ അനുമോളിന്റെ അടുത്ത് ആര്യൻ വഴക്ക് കൂടാൻ പോകാറില്ല. ആര്യൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒന്ന് വിട്ടുകൊടുക്കും. ഈശ്വര പരീക്ഷിക്കല്ലേ, അത് ഒരു പരിധി വരെ ശരി. ഞാൻ മാക്സിമം അനു ഇപ്പൊ ലാസ്റ്റ് ഡേ ഉണ്ടായ സംഭവം, അനു വെസൽ കഴുകും, അനു വെസൽ കഴുകാനു അനു ഒന്ന് ചെയ്യടാ. ഒരാൾ വിളിച്ചാൽ എത്രയെന്ന് വെച്ചാൽ നിഷേധിക്കുന്നത്. പക്ഷെ അനു ചെയ്തു, അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അനു ചെയ്തു. അത് മര്യാദക്കാണെങ്കിൽ സാഗർ സോഫ്റ്റ് ആണ്, പൂ പോലെ മൃദുലം. സദാചാരം കൂടുതൽ കളിക്കുന്ന ഒരു കുട്ടിയാണ് പൊതുവെ. ഈ മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? പറഞ്ഞ പോലെ കുറച്ചൊരു സ്വഭാവത്തിൽ കുറച്ച് ഒരു ചിന്താഗതി കുറച്ച് അങ്ങനെയാണ് അനുമോൾ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറയാം. ശരിക്കും ക്രഷ് ഉണ്ടായിരുന്നു എന്നാണോ? ക്രഷ് എന്ന് ഞാൻ പറയില്ല, അത് ശൈത്യ പറഞ്ഞ കാര്യമാണ്. ഇവര് പ്രേമം ആരോട്? ശൈത്യ പറഞ്ഞു ക്രഷ് ഉണ്ടായിരുന്നു, എന്നോടും പറഞ്ഞു. അവൾ എന്താ പറഞ്ഞു? ഐ ലവ് യു. സോ ശൈത്യ പറഞ്ഞത് എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുറച്ച് കൂടുതൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ട് ഷീ വാസ് കമ്മിങ് ടു ടോക്ക് ടു മീ. പെൺകുട്ടികളാവുമ്പോ ഇവ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല, നമ്മളത് അറിഞ്ഞ് പ്രവർത്തിക്കണം. ആര്യൻ ഈ ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും ആര്യന്റെ അമ്മ വന്നു, ബ്രദർ വന്നു, ദേ വർ റിയലി സ്വീറ്റ്. ജിസേലിനോട് സംസാരിച്ചു, പക്ഷെ കൂടുതലും അനുമോളോടാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് കൂടുതൽ വെരി ലൈക്ക് അനുമോളെ സംസാരിക്കണം. ചിലപ്പോ എന്റെ അമ്മ കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആളായിരിക്കും. ഈ പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. അനുമോളും ഞാൻ കുറച്ച് ടോം ആൻഡ് ജെറി ആയിരുന്നു. എന്റെ അമ്മ ചൂണ്ടിക്കാണിച്ചു, ടോം ആൻഡ് ജെറി കെട്ടിപ്പിടിച്ചു രണ്ടുപേരെ. അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നു, മനസ്സിലാവേ ഇല്ല.